കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിലേക്ക് കരസേന കടന്ന വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചിലത് നൽകിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു കമാൻഡോ ഓപ്പറേഷൻ ലെബനൻ്റെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടുത്തെ ഈ ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളും മറ്റും തകർക്കുകയാണ് ഈ കമാൻഡോ ഓപ്പറേഷനുകൾ നടത്തുന്നത്. ഇപ്പോൾ പൊതുവെ ശാന്തമെന്ന് കരുതപ്പെടുന്ന ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേൽ ഭാഗത്ത് കരസേന സജ്ജമായിരിക്കുന്നു. ഏത് നിമിഷവും സമ്പൂർണ്ണമായൊരു കരയുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നതെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവരുടെ പ്രതിരോധ മന്ത്രി, അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അതിനെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്തു. അദ്ദേഹം ഈ വടക്കൻ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഈ ടാങ്കുകളുടെ യൂണിറ്റ്, ഒപ്പം തന്നെ ഗോലാനി ഇൻഫൻട്രി ബ്രിഗേഡിനെ മറ്റുമൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ സമ്പൂർണ്ണമായ ഒരു കരയാക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നൊരു സൂചന തന്നെ നൽകിയിരിക്കുന്നത്. ഈ തെക്കൻ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് ലെബനൻ അതിർത്തിക്ക് ഉള്ളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ കയറിയതായ വാർത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ വടക്കൻ മേഖലയിൽ സമ്പൂർണ്ണമായ ഒരു കരയുദ്ധത്തിന്, അതായത് ഹിസ്ബുള്ളയെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സമ്പൂർണ്ണമായ ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ഉപമേധാവി പറഞ്ഞിരിക്കുന്നത് തങ്ങളും ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കുക ഒരു വലിയ യുദ്ധം തന്നെയായിരിക്കും, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് വഴിമാറുമോ എന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.